എനിവേ ഹാപ്പി വാലന്റൈൻസ് ഡേ ടു all my subscribers, all my family members. Thank you so much. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാലന്റൈൻസ് ഡേ സ്പെഷ്യലാണ്. റെഡൊക്കെ ഇറങ്ങിയില്ലേ, ഞാൻ ആകെ ഈ റെഡ് ടീഷർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ കാര്യം ഞാൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയിട്ടില്ല. ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിൽ തന്നെയാണ്. ആകെ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ഓഫ് ക്ലോത്ത്സ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഓക്കെ, അപ്പോൾ ഉള്ള ഡ്രസ്സിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇടുക. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലുള്ള റെഡ് ടീഷർട്ട് ഞാൻ അങ്ങ് എടുത്തിട്ടു വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട്. അപ്പോൾ ഇന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള വീഡിയോ ആണ്. ഇന്ന് നമ്മളൊരു ഗിഫ്റ്റ് ബോക്സ് റെഡിയാക്കാനായിട്ട് പോവാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? സ്വന്തമായിട്ട് ആരും ഗിഫ്റ്റ് ചെയ്യുന്നത് ഞാൻ പറയില്ല, സ്വന്തമായിട്ട് ഗിഫ്റ്റ് ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബോയ് ഫ്രണ്ടിനോ അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആർക്കെങ്കിലും ഒക്കെയാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. ഇന്നത്തെ ഗിഫ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആൺകുട്ടിക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ഗിഫ്റ്റിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ കൊടുക്കുന്നത് എന്തായാലും എൻ്റെ ഹസ്ബൻഡിനായിരിക്കുമല്ലോ. അപ്പോൾ നന്ദിച്ചേട്ടന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഗിഫ്റ്റ് പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതൊരു ഗിഫ്റ്റ് ഐഡിയ വീഡിയോ ആണ്. അപ്പം എന്തൊക്കെ ഗിഫ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാം, ജസ്റ്റ് ഒരു ഐഡിയ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ നന്ദിച്ചേട്ടന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. നന്ദിച്ചേട്ടൻ്റെ ഇഷ്ടമൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി, പ്രൈമറി എന്നുള്ളത് വാങ്ങിക്കാന്നുള്ളതാണല്ലോ, ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ ലിങ്ക് കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലേക്ക് തിരിഞ്ഞിരുന്നു. ഇവിടെ അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ വോയിസും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴാണ് എൻ്റെ മൈക്കും പല സാധനങ്ങളും കാണുന്നില്ല. ഇവിടെ 2 പിള്ളേരുണ്ട്. ഒരാൾ ഓടി നടക്കുന്ന പ്രായമാണ്. അവൻ അത് എങ്ങോട്ടെങ്കിലും എടുത്തിട്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. ഇനി പോയി തപ്പി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് ഒരു ബാഗാണ്. ഈ ബാഗ് ഞാൻ ഈ ബാഗ് തന്നെ വാങ്ങിക്കണമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതല്ല. പക്ഷെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ബാഗ് നല്ലതായിരിക്കും എന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് നന്ദിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇതാണോ ഉദ്ദേശിച്ചത് എന്നുള്ളത് അറിയില്ല. അന്നൊരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഏകദേശം ഇതുപോലത്തെയാണ്. ഇത് ഇഷ്ടപ്പെടുമില്ല എന്നറിയില്ല. ബട്ട് ആൾക്ക് ബ്ലാക്ക് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു ബ്ലാക്ക് ബാഗാണ്. ഇതാണ് ഫസ്റ്റ് വൺ. നിങ്ങൾക്ക് ഈ ബാഗ് അറിയായിരിക്കും, പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ ബാക്കിലിങ്ങനെ ബാക്കിലാണോ ഫ്രണ്ടിലാണോ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നൊരു ബാഗ് ടൈപ്പ് കൈൻഡ് ഓഫ് ഒരു ബാഗ്. ദിസ് വൺ കൊള്ളാല്ലേ? ഓക്കെ, സംഭവം ഇതാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കില്ലേ, പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, മലയാളം സിനിമയിലൊക്കെ, ഈവൻ ഋത്തിക് റോഷൻ്റെ സിനിമയിലൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു. സോ ഇതാണ് സംഭവം. ഇത് നമുക്കിതേ ഇവിടെ I don't know how this works. ഓക്കെ, ഇവിടെ ഇങ്ങനെ നമുക്ക് മാറ്റിയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കാം, നമ്മുടെ കംഫർട്ടിന്. കൊള്ളാം കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നല്ലൊരു ബാഗാണ്. ഓക്കെ, തുറന്നൊക്കെ കാണിക്കണം, ഒത്തിരി ഉണ്ട് കേട്ടോ ഇത് തുറക്കാൻ. നൈസ്. ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സും കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, വെട്ടമില്ല അത് കേട്ടോ. ഒത്തിരി കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതായത് ലൈക്ക് നമുക്ക് സാധനങ്ങൾ ഇങ്ങനെ വെക്കാനുള്ള കമ്പാർട്ട്മെൻറ്റ്, ഒരു വലിയ കമ്പാർട്ട്മെൻറ്റ് വന്നിട്ട് സൈഡിലായിട്ട് കുറേ അറകളുണ്ട്. കോമ്പാക്റ്റ് ആണ് സംഭവം. ഇപ്പം ചെറിയൊരു ബാഗ് നിങ്ങൾക്ക് കൊണ്ടു നടക്കണം, കുറച്ച് പൈസയൊക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ കാശ് കൊണ്ടുപോകണം, കംഫർട്ടബിളായിട്ട് കൈയും വീശി നടക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ബാഗ് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെ ഉണ്ട് കേട്ടോ, ഒരു അറ ഇങ്ങനെ നമുക്ക് തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്യാം. സൂപ്പർ ക്വാളിറ്റി, സൂപ്പർ നൈസ്, ഭയങ്കര അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയതാണ്. ഇതിൻ്റെ ശരിക്കുള്ള പ്രൈസ് വന്നിട്ട് പ്രൈസ് ഇതിലില്ല. വെരി ഗുഡ്. ഇത് ആർട്ടിക് ഹണ്ടർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇതിൻ്റെ എക്സാക്ട് പ്രൈസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഗിഫ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് വെരി അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ സാധനമാണ്. യെസ്, ക്യാപ്പ്. അപ്പോൾ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയാലും വെയിലത്തൂടെ നടക്കുമ്പോൾ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാപ്പ് ഗിഫ്റ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, ഇത് വളരെ അഫോർഡബിൾ റേഞ്ചിൽ ഞാൻ വാങ്ങിച്ച സാധനമാണ്. പ്യൂമയുടെ ബ്രാൻഡ് എന്നാണ് കൊടുത്തേക്കണേ. ഐ റിയലി ഡോണ്ട് നോ, ബട്ട് ഇറ്റ് സേസ് ഇറ്റ്സ് പ്യൂമ. ബട്ട് പ്യൂമയ്ക്കൊക്കെ ഇത്ര റേറ്റ് ഉള്ളൂ എന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ വാങ്ങിച്ചത് എക്സാക്ട് പറഞ്ഞാൽ 399 റുപ്പീസിനാണ്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന ക്യാപ്പാണ് ഇഷ്ടം.
നോട്ട് ബാഡ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള, എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ ഇരിക്കണം. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാപ്പ്. എൻ്റെ മുടിയൊക്കെ പോയല്ലോ, ഈശ്വരാ കഷ്ടപ്പെട്ടാണ് കെട്ടിക്കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ ഇത് 599 കൊടുത്തേക്കണേ, ബട്ട് 399 ആണ് ഞാൻ വാങ്ങിച്ചത്. ഓക്കെ, സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് ഗിഫ്റ്റ് ഐഡിയ. സോ നെക്സ്റ്റ് വൺ വന്നിട്ട് വെരി കോമൺ ആയിട്ട് ഓൾമോസ്റ്റ് മിക്ക ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സിനും വാങ്ങിച്ച് കൊടുത്തിട്ടുള്ളൊരു ഗിഫ്റ്റാണ് ക്ലോത്ത്സ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് ഞാൻ വാങ്ങിച്ച ക്ലോത്ത് ഐറ്റം എന്ന് പറയുന്നത് ഷോർട്ട്സ് അങ്ങനെയൊന്നുമല്ല, ടീഷർട്ടാണ്. അതൊരു ഷർട്ടാണല്ലോ. ഇത് ബേവ് കൂഫ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് ബേവ് കൂഫ് എന്ന് പറഞ്ഞ ഒറിജിനൽ ബ്രാൻഡ് തന്നെയാണ്. ബിക്കോസ് ഞാനിത് യൂസ് ചെയ്ത്, ഈവൻ ദിസ് ഈസ് ഓൾസോ ഫ്രം ബേവ് കൂഫ്, നൈസ് ബ്രാൻഡ്. അതിൽ നിന്നുള്ള ടീഷർട്ടാണ്. ഞാൻ ഓപ്പൺ ചെയ്യണോ? മടക്കി വെക്കാൻ ഇച്ചിരി പാടായിരിക്കും. നല്ലൊരു ഷെയ്ഡാണ്. ഓക്കെ, ദിസ് ഈസ് ദ ടീഷർട്ട്. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കണ്ട വീഡിയോ എടുത്തിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ മതി, എന്ത് പിന്നെ വീഡിയോ ഇടണേ അല്ലേ? അങ്ങനെ ചിന്തിക്കില്ല. ശരിയാ? ഓക്കെ, നൈസ് ക്വാളിറ്റി. സോ ദിസ് ഈസ് ദ ടീഷർട്ട്. കൊള്ളാം. ഇതാകുമ്പോൾ നമുക്ക്, അതായത് എനിക്കും വേണമെങ്കിൽ എടുത്തിടാലോ. ഓക്കെ, ഇതാണ് ബാക്ക് സൈഡിൽ വരുന്നത്. നൈസ് അല്ലേ? നല്ല രസമുണ്ട്. സോ ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 699 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നത്. ബട്ട് ആക്ച്വൽ പ്രൈസ് ഇസ് 1300. ബട്ട് ഞാൻ മേടിച്ചപ്പോൾ ഐ ബിലീവ് ഇറ്റ്സ് 699. എക്സാക്ട് പ്രൈസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാവേ. ഇതാണ് നെക്സ്റ്റ് ഗിഫ്റ്റ് ഐഡിയ. സോ നെക്സ്റ്റ് വൺ ഇസ് ഒരു ഷൂസാണ്. ഓക്കെ, ഇത് ആക്ച്വലി ഇപ്പോൾ ഡെയിലി വെയർ ആയിട്ട് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കൈൻഡ് ഓഫ് ഒരു ഷൂസാണ്. ഷൂസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചേട്ടനാണെങ്കിൽ ഷോപ്പിലൊക്കെ പോകുമ്പോഴത്തേക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷൂസാണ് വാങ്ങിച്ചത്. ഇത് ക്യാമ്പസ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. 1000 ആ ഒരു റേഞ്ചാണ് ഈ ഒരു പ്രോഡക്റ്റിന് വരുന്നത്. ഒരെണ്ണം കാണിച്ചാൽ മതിയില്ല, ഇതിന് രണ്ടും കൂടെ എടുത്ത് പൊക്കണേ. സോ ഇതാണ് ഷൂസ്. ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കൈൻഡ് ഓഫ് ഒരു ഷൂസാണ്. ഡോണ്ട് എക്സ്പെക്ട് ടു മച്ച്, ബട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇറ്റ് ഇസ് പ്രിറ്റി ഗുഡ്. ഓക്കെ, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ക്യാമ്പസ് എന്ന് പറയണ ഇന്ത്യൻ ബ്രാൻഡാണ്. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് ഗിഫ്റ്റ്. ഈ ഒരു സൈഡിൽ ഇങ്ങനെ വരും, ഈ ഒരു സൈഡിൽ ഇങ്ങനെ വരും. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗിഫ്റ്റ് ഐഡിയ ഞാൻ പറയും, നിങ്ങൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോ ബോയ് ഫ്രണ്ടിനോ ഈവൻ ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ, ഈവൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും, ഇറ്റ്സ് ബെറ്റർ ടു ഗിഫ്റ്റ് പെർഫ്യൂംസ് ഓൾവേസ്. ഇതൊരു പെർഫ്യൂമാണ്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ റിവ്യൂസ് നോക്കി, വീഡിയോസൊക്കെ കണ്ടിട്ട്, പിന്നെ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻ കണ്ട ഉടനെ എനിക്ക് എൻ്റെ പാക്കേജിങ് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഓക്കെ കുഴപ്പമില്ല. ബട്ട് സ്റ്റിൽ അത് ഇടുന്ന ആൾക്കല്ലേ ഇഷ്ടപ്പെടേണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമില്ലല്ലോ. ഇഷ്ടപ്പെട്ട കാര്യമുണ്ടേ? ഓക്കെ, ഇഷ്ടപ്പെട്ട കാര്യം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇടുന്ന ആൾക്ക് ഇഷ്ടപ്പെടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാര്യം ഞാൻ ഇത് എനിക്കറിയില്ല. വന്ന പാക്കറ്റ് അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് കാണിക്കാനായിട്ട് പോവാണ്. നമുക്ക് നന്ദുചേട്ടനോട് എന്നെ പറ്റുമെങ്കിൽ ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്, പെർഫ്യൂം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇപ്പം ആളിവിടെ ഇല്ല, കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ഇന്ന് വന്നതേ ഉള്ളൂ, ഫ്രഷ്. അഗെയിൻ ബ്ലാക്ക് ആണ് നമ്മുടെ ഇന്നത്തെ തീം എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാം ബ്ലാക്ക് ആയിരുന്നില്ലേ? ടീഷർട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ ബ്ലാക്കിൽ നിന്ന് മാറ്റി പിടിച്ചത്, അല്ലെങ്കിൽ എല്ലാം ബ്ലാക്ക് തന്നെയാണ് വാങ്ങിച്ചത്. ഇത് ജാഗ്വാർ എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്നുള്ളതാണ്. ഓക്കെ, ഇത് പെർഫ്യൂം, ഇതൊരു UD ടോയ്ലറ്റാണ്. അപ്പം ഒത്തിരി നേരം ഇത് ലാസ്റ്റ് ചെയ്യില്ല, ബിക്കോസ് അത് അങ്ങനത്തെ ആണ്. UD പെർഫ്യൂമേ അങ്ങനെ എന്തോ ആണ്. അതുണ്ടെങ്കിലാണ് കുറേ നേരം ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പം അത്ര എക്സ്പെക്റ്റ് ചെയ്യാവൂ. ദിസ് ഇസ് ഫോർ മെൻ. ആക്ച്വൽ പ്രൈസ് ഇസ് 4100. ഞാൻ വാങ്ങിച്ചത് 2055 റുപ്പീസ്. ഓക്കെ, അത്ര രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത്. ഇതിൻ്റെ മണം കാര്യങ്ങളെല്ലാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാനൊരു
പറ്റുമെങ്കിൽ ഷോർട്സ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഗിഫ്റ്റ് ഐഡിയാസ് എന്ന് പറയുന്നത്. മാക്സിമം ഞാൻ ഇന്ന് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ ഇത് വാലന്റൈൻസ് ഡേക്കായിരിക്കും വരുന്നത്. നിങ്ങളിത് വാലന്റൈൻസ് ഡേക്കാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒരു തംസ് അപ്പ് കൊടുത്തേക്കൂ താഴെ. ഓക്കെ, അല്ലെങ്കിൽ ലവ് കൊടുത്തേക്കൂ. എനിവേ, ഹാപ്പി വാലന്റൈൻസ് ഡേ ടു all my subscribers, all my family members. Thank you so much. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ഈ ഒരു കുട്ടി എന്താ പറയുക ഗിഫ്റ്റിംഗ് ഐഡിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ ഐഡിയാസ് ഉണ്ടെങ്കിൽ താഴെ കോമൻറ്റ് ചെയ്യാം. അപ്പം കാണുന്ന ആർക്കെങ്കിലും ഒരു ഐഡിയ വേണം എന്നുണ്ടെങ്കിൽ ആ ഐഡിയ കണ്ടിട്ട് അവർക്ക് വാങ്ങിക്കാൻ പറ്റട്ടെ. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരുമായിട്ട് വാലന്റൈൻസ് ഡേ ഒക്കെ അടിച്ചു പൊളിക്കൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. Till then, take care. Bye.